ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാപ്പി ഹോർമോണായ സെറോട്ടോണിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നിയന്ത്രിക്കുന്നത്, അവയവങ്ങളുടെ ഫങ്ഷൻ, അതിൻ്റെ വളർച്ച എല്ലാം നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ എഫിഷ്യൻസിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ഈ ഹോർമോണാണ്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് പലതുണ്ട്. എൻഡോർഫിൻ, ഡോപ്പാമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, അങ്ങനെ പല ഹോർമോണുകളുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പറയുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ചാണ്. സെറോട്ടോണിൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡോപ്പാമൈൻ എന്ന് പറയുന്നത് നമുക്ക് അനിർവചനീയമായ ഒരു ആനന്ദമുള്ള സമയത്തുണ്ടാകുന്ന ഹോർമോണാണ്, ഒരു ആഹ്ലാദ ഹോർമോണാണ് ഡോപ്പാമൈൻ. എന്നാൽ സെറോട്ടോണിൻ ഒരു വളരെ ശാന്തമായ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി വളരെയേറെ കുറയ്ക്കുന്ന ഹോർമോണാണ് സെറോട്ടോണിൻ. അപ്പോൾ സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാ ഹോർമോണെ ബാലൻസ് ചെയ്യുന്നു, അതിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു, അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, നമ്മുടെ സൗന്ദര്യത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതുപോലെ രാത്രി കിടന്ന് നമുക്ക് നല്ല ഉറക്കമുണ്ട്. ഈ സമയത്ത് നമുക്ക് സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഡോപ്പാമൈനുമായിട്ടുള്ള ഇതിൻ്റെ പ്രധാന വ്യത്യാസം ഇതാണ്. ഡോപ്പാമൈൻ ആഹ്ലാദമുള്ളപ്പം, നമുക്ക് അമിതമായിട്ടുള്ള സന്തോഷമൊക്കെ ഉള്ളപ്പം മൊമെൻറ്റിലാണ് ഡോപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ സെറോട്ടോണിൻ അങ്ങനെയല്ല. ഒരു ശാന്തമായ സാഹചര്യത്തിലും നമ്മുടെ റിലാക്സ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അമിതമായ സന്തോഷത്തെക്കാളൊക്കെ പ്രധാനം നമുക്ക് വേണ്ടത് ശാന്തമായൊരു മനസ്സാണ്. അന്നേരമാണ് നമ്മുടെ ബോഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ എനർജി ലെവലും അവയവങ്ങളെല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആഹ്ലാദത്തെക്കാളും അമിതമായിട്ടുള്ള സന്തോഷത്തെക്കാളൊക്കെ പ്രധാനം നമുക്ക് ശാന്തമായ സ്വസ്ഥമായ ഒരു മനസ്സാണ്. അപ്പോൾ സെറോട്ടോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ കാര്യം. മെഡിറ്റേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു മെഡിറ്റേഷൻ പോലെ ഇരുന്നിങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന അങ്ങനെ വേണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ മെഡിറ്റേറ്റീവ് മൈൻഡ് എന്നാണ്. അപ്പം നമ്മൾ മെഡിറ്റേറ്റീവ് മൈൻഡിലാണെന്ന് നമ്മുടെ കൂടെ ഉള്ളവർക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് മെഡിറ്റേറ്റീവ് മൈൻഡ്? നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോ ഇൻസിഡൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, ഓരോ സംഭവങ്ങളെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കുന്നുമുണ്ട്, ഈ ഓർമ്മകളോടൊക്കെ നമ്മൾ പ്രതികരിക്കുന്നുമുണ്ട്. പക്ഷേ മെഡിറ്റേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ വരുന്ന ഈ ഓർമ്മകളോടൊന്നും നമ്മൾ കൂടുതലായിട്ട് പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാതെ അതിനെ ഒരു ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ നമ്മളതിനെ നോക്കിക്കാണുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുന്നു. അതിനോട് കൂടുതൽ അമിതമായിട്ട് പ്രതികരിക്കുന്നില്ല. ഒരു റിലാക്സോടു കൂടി അതിനെ നോക്കിക്കാണുന്നു. അതാണ് മെഡിറ്റേറ്റീവ് മൈൻഡ്. ഇതിനിടയ്ക്ക് നമുക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻഹെയിൽ എക്സെയിൽ ചെയ്ത് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, അതുപോലെ തന്നെ എക്സെയിൽ ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ഓർമ്മകളോടും നമ്മളിങ്ങനെ പ്രതികരിക്കാത്തപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. അപ്പോൾ ഏതാണ് നെഗറ്റീവ്, ഏതാണ് പോസിറ്റീവ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. അപ്പം നമുക്കൊരു റിലാക്സ്ഡ് മൈൻഡായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സെറോട്ടോണിൻ ഹോർമോൺ ഒരു റിലാക്സേഷൻ ഹോർമോണാണ്. അപ്പോൾ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഇഷ്ടമുള്ള പല ഭക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണെങ്കിലും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണമാണെങ്കിലും, ഇതിനിടയ്ക്ക് ഉള്ളതാണെങ്കിലും. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, ചില ജ്യൂസുകൾ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ചില പ്രത്യേക കറികൾ ഇഷ്ടമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സെറോട്ടോണിൻ കൂടുതലായിട്ട്
ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണം ഇന്ന് കഴിക്കാൻ കിട്ടും അല്ലെങ്കിൽ കഴിക്കാമെന്നുള്ള ആ ഒരു ചിന്ത വരുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു 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 മൂഡുണ്ടാവും. അപ്പോൾ അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ സാഹചര്യത്തിനും അനുകൂലമായ അല്ലെങ്കിൽ ഇണങ്ങുന്ന എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ടാലൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ളൊരു ഫാക്ടർ നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് അനുകൂലമാണെങ്കിൽ അത് ഡെയിലി ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറോട്ടോണിൻ ഹോർമോൺ കൂടുതലായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് സെറോട്ടോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ നാലാമത്തെ കാര്യം ഹെഡ് മസാജും എക്സർസൈസും. ഇപ്പോൾ എക്സർസൈസ് ലൈറ്റായിട്ടൊക്കെ ഉള്ള എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കും. എന്നുവെച്ചാൽ നമുക്കൊരു റിലാക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സർസൈസുകളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത്. ഇപ്പോൾ തന്നെ നമ്മൾ ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ സമയത്തൊക്കെ നമുക്ക് സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും റിലാക്സ് ചെയ്തിരുന്ന് എന്നുവെച്ചാൽ തിരക്ക് പിടിച്ച സമയത്തല്ല, നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഹെഡ് മസാജ് ചെയ്യുക. നമ്മുടെ തന്നെ കൈകൊണ്ട് വിരലുകൊണ്ട് നമ്മുടെ ഹെഡിൽ വളരെ സോഫ്റ്റായിട്ടിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറോട്ടോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഇത് ഓർത്തിരിക്കേണ്ട ഈ ഒരു കാര്യമാണ്, നമ്മുടെ ശരീരം എപ്പോൾ റിലാക്സ് ആകുന്നത് ആ സമയത്താണ് ഈ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ഇത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞല്ലോ, ഈ ഹോർമോൺ എന്ന് പറയുന്ന സാധനം ഏത് ഹോർമോണായാലും അത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതിൻ്റെ പ്രവർത്തനം എല്ലാം ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബ്രെയിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഹോർമോണുകൾ എന്ന് വെച്ചാൽ ഈസ്ട്രജൻ ഹോർമോൺ, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ, അതുപോലെ തന്നെ ഇൻസുലിൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശരിയായി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഈ സെറോട്ടോണിൻ സഹായിക്കും. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ ഇനി ഒരുപാടുണ്ട്, പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.